എവ്രി വൺ, ഫ്രെയിം ഫുൾ ഓഫ് വൺ തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇന്നത്തെ പരിപാടി വീട്ടിലെ തോട്ടത്തിൽ ഒന്ന് കറങ്ങി കിട്ടുന്നതൊക്കെ ക്യാമറയിൽ പകർത്തുക എന്നുള്ളതാണ്. അത് പിന്നെ ഞാൻ അങ്ങനെ ആണല്ലോ, ഇതിനൊന്നും എനിക്ക് യാതൊരു പങ്കും ഇല്ലെന്നതാണ് സത്യം. ഇതൊക്കെ കാണുമ്പോൾ ക്യാമറയിൽ പകർത്തുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. പിന്നെ ആരായിരിക്കും മിക്ക വീടുകളിലെയും പോലെ എൻ്റെ അമ്മയും അച്ഛനും. അങ്ങനെ ഇന്ന് കിട്ടുന്നതൊക്കെ പിച്ചിക്കൊണ്ടുവരുന്ന മിഷൻ തുടങ്ങി. ആദ്യം കണ്ണിൽപ്പെട്ട പാഷൻ ഫ്രൂട്ട്, ഒന്നും നോക്കിയില്ല, വലിയ കോൺഫിഡൻസിൽ പിച്ചെടുത്തു. അപ്പൊ ദാണ്ട പുറങ്ങിന്ന ഒരു ഒച്ച, അയ്യോ അത് പഴുത്തല്ലടി. ഇന്നത്തെ ആദ്യ ലെസൺ അവിടെ നീട്ടി. പാഷൻ ഫ്രൂട്ടിന് പാഷൻ മാത്രം പോരാ, കുറച്ച് പേഷ്യൻസ് കൂടി വേണം. എന്നാ പിന്നെ അടുത്തത് എന്തെന്ന് നോക്കിയപ്പോ ദേ നിൽക്കുന്നു വെണ്ടയ്ക്ക. പിന്നെ വെണ്ടയ്ക്ക വിൽക്കാൻ പോയി. അത് വിത്ത് നിർത്തിയാണെന്ന് അമ്മ അറിഞ്ഞു. പക്ഷെ ഞാൻ പിച്ചി. അപ്പുറത്തെ വീട്ടിലെ പൂവാണ് കേട്ടോ. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ മിക്ക വീടുകളിലുള്ള സ്ഥിരം കാഴ്ചക്കാരെ കാണാം. വാഴയുണ്ട്, അതിലൊരു കൊലയുണ്ട്, പപ്പായ ഉണ്ട്, അതും കായ്ച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ചക്കമരം, ഓൾസോ നോൺ ആസ് പ്ലാവ് വിത്ത് ബണ്ടിൽസ് ഓഫ് ചക്ക. പിന്നെ തെങ്ങുണ്ട്, തേങ്ങയുണ്ട്. ഇതാ താമര, ലോട്ടസ്, ഇത് പേരയ്ക്ക, എല്ലാവർക്കും അറിയാലോ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന കംപ്ലൈന്റ് എന്റെ കിട്ടേണ്ടതാണ് കേട്ടോ. പിന്നെ ഇത് ഈ നിൽക്കുന്ന മരയില്ലേ, ഇത് നമ്മുടെ കരുപ്പട്ടയാണെന്നാ വീട്ടിൽ ചോദിച്ചപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് കേട്ടോ. അതാണോ അല്ലയോ എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ഇടുക കേട്ടോ. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആരും കാണാതെ അഗസ്ത്യപ്പൂന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അത് ഞാൻ പിച്ചി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക, അതിവിടെ ഒളിഞ്ഞിടപ്പുണ്ടായിരുന്നു, അതും പിച്ചി. അത് പടുത്തുമായി. പിന്നെ കുറച്ച് ചക്ക ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നേരത്തെ കാണിച്ച പ്ലാവിലെ, അതും ഞങ്ങൾ എടുത്തുനിന്ന് എൻ്റെ പ്ലേറ്റിൽ ആക്കിയിട്ടുണ്ട്. വീട്ടിൽ ഈ പറമ്പിൽ കൂടെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു നേച്ചർ വാക്ക് ചെയ്തൊരു ഫീലാണ് കേട്ടോ. സത്യത്തിൽ വലിയ യാത്രകളില്ലാത്ത ദിവസങ്ങളിലൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് എൻ്റെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പാടായിരുന്നു ഇപ്പം കണ്ടത്. അപ്പം ഇനി എൻ്റെ കെട്ടിയവൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കഷ്ടപ്പാട് വേറൊരു വ്ളോഗിൽ നമുക്ക് കാണാം കേട്ടോ. ഫ്രെയിം ഫുൾ ഓഫ് വണ്ടറിൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.